ഹേ ഗൈസ്, എല്ലാവർക്കും കലക്കൻ സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഉണ്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 6 മാസത്തോളമായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് അവിടുത്തെ മന്ത്ലി എക്സ്പെൻസ് വരുന്നത്, ഫുഡ് റെൻറ്റ് എല്ലാം കൂടെ എത്ര വരും എന്ന് ചോദിക്കേണ്ടതാണ്. ഒക്ടോബറിൽ വന്നിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം ഏകദേശം ലാവിഷായിരുന്നു. എന്നും പുറത്തുനിന്ന് ഫുഡ്, കുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് വന്നതിൻ്റെ ഒരു പുതുക്കത്തിലായതുകൊണ്ട് എന്നും കരാമെന്ന് ഞാനൊന്ന് ഫുഡൊക്കെ. അത് കഴിഞ്ഞ് ജനുവരി മുതൽ പതുക്കെ പിടിച്ചു തുടങ്ങി. അപ്പോൾ എപ്പോഴും ബില്ല് എടുത്ത് വയ്ക്കാൻ പറ്റാറില്ല, ഞാൻ ബില്ല് വാങ്ങിക്കാൻ മറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബില്ല് നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫെബ്രുവരിയിൽ ഞാൻ ചുമ്മാ ക്രെഡിറ്റ് കാർഡിൻ്റെ മാത്രം ബില്ല് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2000-3000 അടുത്ത് നമുക്ക് വീട്ടിലേക്കുള്ള എക്സ്പെൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് കറക്റ്റ് കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാത്തിൻ്റെയും ബില്ല് നമ്മൾ മാർച്ച് മാസത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മാർച്ചല്ലേ? മാർച്ചിൽ ഓൾമോസ്റ്റ് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, അതായത് ഗ്രോസറി ഐറ്റംസ് സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ബില്ലാണ് ഈ കാണുന്നത്. അപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചൊന്നും ഇല്ല കേട്ടോ, അതൊന്നും കൂടിയില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്, അതുപോലെ വീടിൻ്റെ റെൻറ്റ്, കറണ്ട്, വൈഫൈ, വണ്ടിയുടെ പെട്രോൾ, ഇതൊന്നും കൂട്ടിയിട്ടില്ല. ജസ്റ്റ് ഗ്രോസറി ഐറ്റംസും മാത്രമാണിത്. അപ്പം അത് എത്രയും നമ്മളിപ്പോൾ കൂട്ടി നോക്കാൻ വേണ്ടി പോവാണ്. ഇത് എത്രയും നോക്കിയിട്ട് വേണം ഇനി ഇവിടെ നിന്നുള്ള. ഈ മാസം തുടങ്ങി കുറച്ച് പിടിച്ചിട്ടാണ് ഇപ്പോൾ ചിലവെടുത്തുന്നത് കേട്ടോ. കാരണം നമ്മൾ ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. അപ്പോൾ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് കണക്ക് കൂട്ടി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. കാട്ടിലടുത്ത് ഓക്കെ, ഞാൻ ഡേറ്റ് ഒക്കെ അനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കൂട്ടിക്കോ. വിവോ എന്ന് വാങ്ങിച്ചാൽ ഒരു 5.80. ഓക്കെ, പിടിച്ചോ. അത് വേണ്ട. ഇനി അടുത്തത് ഒട്ടിച്ച് ചെയ്യണോ? അടുത്തത് 99.21. യെസ്. ഓക്കെ, ഒരു 8.50. അത് വെള്ളത്തിന്റെ ആ, ഒരെണ്ണം 8.50. പിന്നെ ഒരു 67.34. ഓക്കെ. അടുത്തത് 91.67. അടുത്ത ബില്ല് 163. അടുത്ത ബില്ല് 143. പിന്നെ 111.78. 102.74. പിന്നെ 100. കറക്റ്റ് 100. ഓക്കെ. പിന്നെ ഒരെണ്ണം 85.90. പിന്നെ ഒരെണ്ണം 199. പിന്നെ 80. പിന്നെ 181. യെസ്. ഓക്കെ. പിന്നെ ഒരു 17. പിന്നൊരു 130. പിന്നൊരു 850. 8.50. പിന്നൊരു 136. പിന്നൊരു 65.
കഴിഞ്ഞ ആ 1803. 1803. ഒരു 200 എക്സ്ട്രാ വെച്ചോ, കാരണം കുറച്ച് പൈസ ഞാനൊരു ഏകദേശം വാങ്ങിക്കാണ്ട് വന്നിട്ടുണ്ട്, ബില്ല് മറന്നുപോയിട്ട്. അതൊരു 200 വയ്ക്കാം. 200. അപ്പോൾ 2000. 2000. അപ്പം നമ്മൾ പിടിച്ച് ചിലവാക്കിയ കാശ് ഉണ്ടാവണം. മാർച്ചിൽ നമ്മൾ മാക്സിമം പിടിച്ച് ചിലവാക്കിയാണ്. അതിനാവശ്യമായിട്ടുള്ള പിള്ളേർക്കുള്ള ചുമ്മാ ഇടയ്ക്ക് കുറിക്കാനുള്ള പിന്നെ പോകുമ്പോ ടോയ്സ് വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു വന്നിടയ്ക്ക്, അതൊക്കെ ഇപ്പൊ നിർത്തിയിട്ട്. ടോയ്സ് വാങ്ങല്, ഇടയ്ക്കുള്ള കുറിക്കല്, അല്ലറ ചില്ലറ സാധനങ്ങൾ, ഇടയ്ക്ക് എല്ലാ ദിവസവും മട്ടൻ, ചിക്കൻ, ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഇടയ്ക്ക് ഫിഷ്, ഇടയ്ക്ക് ചിക്കൻ, ബീഫ് കുറച്ചു. അല്ല, വന്നിടയ്ക്ക് നമ്മൾ ഫുള്ള് നോൺ വെജ് ആയിരുന്നു. പിന്നെ ആ നോൺ വെജ് കഴിച്ച് നമുക്കും പിള്ളേർക്കും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ പിന്നെ വെജിലേക്ക് മാറി. വെജ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ഒരുവിധം അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്. 2000 ആണ്ടാ നമുക്ക് ഇത്രയും പേർക്ക് ചിലവ് വരുന്നത് ഒരു മാസം, അത്രയും പിടിച്ചിട്ടാ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മാത്രം നോക്കി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നിയൊരു 3000 അടുത്ത് ഒരു മാസം ചിലവ് വന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി 2000 കൂടെ കൂട്ട് നമുക്ക് 3 മാസം കൂടുമ്പോൾ റൂമിൻ്റെ റെൻറ്റ് വരുന്നത് 13,750 ഇത് 2000 വെച്ചോ. ഓക്കെ, 13,750 ഹരണം 3. ഇത് മാറ്റി, അത് മാറ്റി. 13,750 ഹരണം 3. നമുക്ക് 4,583 റൂം റെന്റ് മാറ്റി വെക്കണം. പ്ലസ് 2000 പ്ലസ്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് വൈഫൈ 429. പിന്നെ ദേവ നമുക്ക് ഇപ്പോഴും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 1000, 1200, 1200. വന്ന സമയത്തൊക്കെ 1200, 1300 ആയിരുന്നു. ഇപ്പോൾ കുറച്ച് മാക്സിമം ഒന്ന് പിടിച്ചൊരു ഫാനൊക്കെ വെച്ചു. അപ്പോൾ അങ്ങനെ മാക്സിമം കറണ്ടൊക്കെ കുറച്ചിട്ട് നമുക്ക് വരുന്നത് 1200, 1000 ആ റേഞ്ച്. ഒരു 1000. ഗ്യാസ് എങ്ങനെ വന്നാലും നമുക്കൊരു മാസം കിട്ടാറുണ്ടോ? ഒരു മാസം ഒരു 140 കറക്റ്റ് മാസം. അപ്പോൾ 140 ഗ്യാസ്. ആ എത്ര? 8,152 നമുക്കൊരു മാസം വരണേ. ഓക്കെ, ഇനി വണ്ടിയുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു മാസം പെട്രോളിന് മാത്രം 1,800 പെട്രോൾ വേണം. കൂട്ട് 1,800 പെട്രോൾ. സാലിക്ക് മാത്രം ഒരു മാസം 400 സാലിക്ക് വേണം. 10,352. ഗൈസ്, ഒരു മാസത്തെ ചെലവളെ 10,352. ഇതിലിപ്പോൾ സാലിക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പിടിച്ചു തുടങ്ങിയിട്ടു. പെട്രോൾ വില കൂടി തുടങ്ങിയപ്പോൾ സാലിക്ക് കുറച്ച് പിടിച്ചു. അതായത് മറ്റേതെന്ന് പറഞ്ഞാൽ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകണ പരിപാടി നിർത്തി. ഇപ്പം ഞാൻ ജിമ്മിൽ തന്നെ നിൽക്കും. പെട്രോളിന് കൂടിയാണോടാ ഞാൻ പറഞ്ഞത്. മറ്റത് നമുക്ക് പെട്രോൾ എക്സ്പെൻസ് തന്നെ ഒരു ആഴ്ചയിൽ 2 ദിവസം ഫുൾ ടാങ്ക് അടിക്കണം. അപ്പം അന്ന് 2 ദിവസം ഫുൾ ടാങ്ക് അടിക്കാനായിട്ട് ആകെ 340, 330 ആ റേഞ്ച് ഉള്ളായിരുന്നു ആഴ്ചയിൽ. ഇപ്പം ആഴ്ചയിൽ തന്നെ 500 ചിലവായി. അപ്പം തന്നെ 4 ആഴ്ച കഴിഞ്ഞാൽ 22,000. അത് 2,000 വരാറില്ല, ഒരു 1,800. ശനി ഞായർ ചില ദിവസം ഞാൻ ജിമ്മിലേക്ക് തന്നെ പോകാറില്ല, ക്ലയൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പോകാറില്ല. അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഒരു 1,800 പെട്രോള്. പിന്നെ വന്നത് സാലിക്കാണ്. സാലിക്ക് എങ്ങനെ വന്നാലും ഒരു അത്യാവശ്യം ഒരു ദിവസം തന്നെ ഏതാണ്ട് ഒരു 36, 42 ആ റേഞ്ച് ഒരു ദിവസം വരലുണ്ട്. ചില ദിവസം കേട്ടോ. ചില ദിവസം ഞങ്ങൾക്ക് വരാറില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ 36, 40 ആ റേഞ്ച് സാലിക്ക് വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചിലവിന് വരണേ. പിന്നെ അല്ലറ ചില ചിലവ്. പിന്നെ നമ്മള് വീക്കെൻഡില് പുറത്ത് ഫുഡ് കഴിക്കണ അതൊന്നും ഇതിൽ കൂട്ടിയിട്ടേ ഇല്ല. പുറത്ത് പോയി ഫുഡ് കഴിക്കണ അതൊന്നും ഞാൻ കൂട്ടിയില്ല. ഇതിപ്പോ നോർമലി വന്ന ചിലവാണ് നമ്മൾ നോക്കിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരണം കേട്ടോ. അപ്പം ഈ റൂമിൻ്റെ റെന്റ് നമുക്ക് മാസം മാറ്റി വെച്ചാലാണ് നമുക്ക് ആ 3 ചെക്ക നമുക്ക് ഉള്ളത്. 4 ചെക്ക് 4 ചെക്ക് ഉള്ളത്. അപ്പം ആ ചെക്കിൻ്റെ സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. അനാവശ്യമായിട്ടുള്ള ചെലവില്ലാതെയാണ്. ആവശ്യമായിട്ടുള്ള ചെലവില്ലാതാണ് ഇപ്പൊ ഇത്രയും ചെലവ്. 10,352. തട്ടിമുട്ടി പോണെങ്കിൽ 10 രൂപയെങ്കിലും വേണം കയ്യിൽ ഒരു മാസം.
എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചേർന്ന്. അപ്പം ഇത് നേരെ കരാമയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ 10-20 ചിലപ്പോൾ ഒരു 25 രൂപയിലേക്കാവും ചിലവ് വരുമ്പോൾ. ഇത് അൽനദലായതുകൊണ്ടാണ് നമുക്ക് 10 രൂപ ഒതുങ്ങിയത്. നമ്മുടെ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കൊടുത്ത് കുറെ പേര് ചോദിക്കണം. ഇപ്പം വീട് എവിടെയാണെന്ന് കുറേ പേര് ചോദിച്ചു. നമ്മൾ ദുബായുടെ ഷാർജയുടെ ബോർഡറിലാണ്, അതിനകത്ത് 2-ലാണ് റൂം വരണം. അപ്പോൾ അതിവിടെ കുറച്ചും കൂടി റെൻറ്റ് കുറയും. ഇവിടെ നമുക്ക് ഇയർലി വരുന്ന റെൻറ്റ് 58 വരുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും 65-70 ആ റേഞ്ചാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഷാർജയ്ക്ക് പോകുന്തോറും റെൻറ്റ് കുറച്ചും കൂടി കുറഞ്ഞു വരും. ഞാൻ ഷാർജ എടുക്കാണ്ടിരുന്ന എനിക്ക് രാവിലെ 6:30 ലൈൻ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ 6:30 ക്ലൈൻറ്റ് ഞാൻ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 5:30 ഇറങ്ങിയാൽ അവിടെ 6:30 എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതന്നെ വലിയൊരു ചെലവാ. ഇതന്നെ വലിയൊരു ചിലവാ. വന്ന സമയത്ത് ഈ 10 അല്ലായിരുന്നു. വന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? വന്ന സമയത്ത് നല്ല ചിലവ് പോയിട്ടുണ്ട്. വന്ന സമയത്ത് ആഴ്ചയിൽ നമ്മൾ കരാമയ്ക്ക് വന്ന സമയത്ത് ഗൈസ് ഞാൻ പറയില്ല, നമ്മൾ ഫ്രീലാൻസ് എല്ലാവരും ചോദിക്കും. ഫ്രീലാൻസ് ആയതുകൊണ്ട് എല്ലാ ക്ലയൻസിൻ്റെയും പൈസ ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ രാജാവാ. പക്ഷെ ചില മാസം ഡിസംബറിൽ എനിക്ക് തോന്നുന്നു ആരെയും പൈസ കിട്ടിയില്ല. ഡിസംബർ ഭയങ്കര ഷോക്ക് വരും. ചില മാസം ഇങ്ങനെയും ചില മാസം ഇങ്ങനെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ സാലറി അല്ല, മനസ്സിലായി. നമ്മൾ ഫ്രീലാൻസ് ജോബ് ആയതുകൊണ്ട് പ്രോപ്പർ സാലറി ഒന്നുമില്ല. ചില മാസം കാശുണ്ടാവും, ചില മാസം കാശുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഫിറ്റ്നസ് ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് കുറേ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ ചെയ്യണം നേരില്ല, ഈ പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ ഓട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ബൈ ബൈ.